വഹാബി. ഇവിടെയും ഒരു തന്ത്രം പ്രയോഗിച്ചു. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ പള്ളി വന്നു, കാരന്തൂരിൽ വന്നു, നരിക്കുനിയിൽ വന്നു, അരീക്കാട് വന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവർ ചിന്തിച്ചു ഈ നേതൃത്വത്തെ പിടിച്ചുകെട്ടണം. അതിനൊരു പണി ചെയ്തു. അദ്ദേഹം പൈസയിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപമുണ്ടാക്കി. കലാപമുണ്ടാക്കിയിട്ട് ചില പത്രങ്ങൾ അത് ഏറ്റുപിടിച്ചു. ചില ആളുകൾ അതിനുവേണ്ടിയുള്ള പണി നടത്തി. ആ പണി നടത്തിയ സമയം ഈ വിവാദത്തിന്റെ നടുവിലാണ് കാന്തപുരം ഉസ്താദ് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നത്. ബോംബെയിൽ വണ്ടി ഇറങ്ങി കോഴിക്കോട്ടേക്ക് വരിക. കോഴിക്കോട്ടേക്ക് ട്രെയിൻ വഴി വരുന്ന കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ സുന്നികൾ റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ശംസുൽ ഉലമയുടെ നേതൃത്വത്തിലാണ് ആലിമീങ്ങളും നേതാക്കന്മാരും പ്രവർത്തകന്മാരും തടിച്ചുകൂടി നിൽക്കുന്നത്. ട്രെയിൻ വന്നു നിന്നു. കാന്തപുരം ഉസ്താദ് പുറത്തേക്ക് വന്നു. സലാം ചൊല്ലി അദ്ദേഹത്തെ കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് നേരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ജനം തക്ബീർ മുഴക്കുകയാണ്. ഈ നേതാവിന്റെ ചുറ്റും തടിച്ചുകൂടി തക്ബീർ മുഴക്കുകയാണ്. ശംസുൽ ഉലമ മൈക്കെടുത്തു. എന്നിട്ട് പറഞ്ഞു തക്ബീർ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ വലിയ പ്രസംഗമൊന്നും നടത്തുന്നില്ല, 2 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ മൈക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു 2 വാചകം മാത്രം. കേരള മുസ്ലിങ്ങൾക്ക് സമസ്ത അഡ്രസ് ഉണ്ടാക്കി. ഒരു വാചകം. ശംസുൽ ഉലമയുടെ പ്രസംഗമാണ്. കേരള മുസ്ലിങ്ങൾക്ക് സമസ്ത അഡ്രസ് ഉണ്ടാക്കി. ആ സമസ്തക്ക് AP അഡ്രസ് ഉണ്ടാക്കി. പിന്നെ തക്ബീറാണ്. അല്ലാഹു അക്ബർ. ആര് പറയാ? AP ഉസ്താദല്ല, ഇത് SSF പറയല്ല. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ 83 പ്രസംഗമാണ്. സമസ്ത കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി. ആ സമസ്തക്ക് AP അഡ്രസ് ഉണ്ടാക്കി. കേരള മുസ്ലിങ്ങൾക്ക് നട്ടെല്ല് വെച്ച് പിടിപ്പിച്ചത് കാന്തപുരമാണ് എന്ന്, കാന്തപുരം ഉസ്താദാണ് എന്ന് മാധ്യമം ദിനപത്രം 990കളിൽ എഴുതിയ അതേ ആശയം മറ്റൊരു ഭാഷയിൽ അവതരിപ്പിക്കുന്നു. 83 ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവർകൾ. ചെറിയ കഴിവൊന്നുമല്ല, ചെറിയ പ്രതിഭയൊന്നുമല്ല. ഈ ചെറുപ്പക്കാരൻ വന്നതിന് ശേഷമുള്ള മാറ്റം. 85-ൽ സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോഴേക്ക് 15 ലക്ഷം വരുന്ന മുസ്ലിംകൾ സുന്നികൾ ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട് കടപ്പുറത്ത്. മണൽ വാരിയിട്ടാൽ ആ മണൽ പോലും താഴേക്ക് വീഴാത്തത്ര അത്രയും ആവേശത്തോടുകൂടി തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങൾ. അവ AP എന്ന പേര് കേൾക്കുമ്പോഴേക്ക് തക്ബീറായിരുന്നു എന്ന് മലയാള പത്രങ്ങൾ എഴുതി. സമസ്ത 60ാം വാർഷിക സ്വാഗതം അത് പുനഃപ്രസിദ്ധീകരിച്ചു. വേദി കൈയടക്കി 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്വാഗത പ്രസംഗം നടത്തിയത് കാന്തപുരം ഉസ്താദായിരുന്നു. ഏറ്റവും ഉജ്ജ്വലമായ മറ്റൊരു പ്രസംഗം നടത്തിയത് ഉദ്ഘാടന പ്രസംഗം നടത്തിയ ശംസുൽ ഉലമയാണ്. ഇതൊക്കെ 1985-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാമത് വാർഷിക സമ്മേളനം കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ. അന്ന് എല്ലാ ആലിമീങ്ങളും ഒന്നിച്ചിരുന്ന് സമസ്തയുടെ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അന്ന് ഇറക്കിയ ഒരു സോവനീറുണ്ട്, സമസ്ത സ്മരണിക. അതിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതാണ്. ഇതൊക്കെ അവിടെയുണ്ട്. 130-ാം പേജ് മുതൽ ഇങ്ങോട്ടുള്ള പേജൊക്കെ എടുത്തു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഈ വിവരമൊക്കെ 1985-ൽ അച്ചടിച്ചിറക്കിയ സമസ്തയുടെ 60ാമത് വാർഷിക സോവനീറിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോപ്പി ആവശ്യമുണ്ടെങ്കിൽ രേഖാമൂലം നിങ്ങളുടേതായ ലെറ്റർ ഹെഡിൽ എഴുതി തന്നാൽ ഞാൻ എന്റെ വക വാങ്ങിത്തരാൻ തയ്യാറ്. അപ്പോഴും വാങ്ങാൻ കിട്ടുന്ന സ്ഥലമുണ്ട്. ഞാനത് വാങ്ങിത്തരാൻ തയ്യാറ്. ഒരു കോപ്പിന്റെ വക കിടക്കട്ടെ. അതിലൊന്ന് വായിച്ചു നോക്കിയിട്ട് കുറച്ചെങ്കിലും സമസ്തയുടെ ചരിത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വക തരാം. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ എഴുത്ത് തരണമെന്ന് മാത്രമേ എനിക്ക്. അതിനപ്പുറം വേറെ യാതൊരു ഡിമാൻഡും ഇല്ല. ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ സംഘടിപ്പിച്ചു തരാം.